നമസ്കാരം. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു തുടർഭരണം കിട്ടുന്നത്. അതിനു മുമ്പ് 5 വർഷം കൂടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊടുക്കുന്ന ഒരു പതിവായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് കാരണം ഉണ്ടായിരുന്നു. പ്രതിപക്ഷം ശക്തമായിരുന്നു. അത് ഇടതായാലും വലതായാലും ശക്തമായ പ്രതിപക്ഷം ഉള്ളതുകൊണ്ട് ഭരണപക്ഷത്തിന് തോന്നിയതുപോലെ നീങ്ങാൻ പറ്റില്ലായിരുന്നു. ജനം ഈ പ്രതിപക്ഷത്തിന്റെ നോട്ടം, പ്രതിപക്ഷത്തിന്റെ നീക്കം ഇതൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. ഈ ഭരിക്കുന്നവരെക്കാൾ നല്ലത് പ്രതിപക്ഷമാണ് എന്നൊരു തോന്നൽ അവരിൽ വന്നതുകൊണ്ട് അടുത്ത 5 വർഷമാകുമ്പോൾ ഇവരെ ജയിപ്പിച്ച് അങ്ങോട്ട് കയറ്റുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനൊരു തടയിട്ടത് LDF സർക്കാർ തന്നെ. അതിന് കാരണം പ്രകൃതി തന്നെയാണ്. അതിന് മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ് വെള്ളപ്പൊക്കം എന്നതാണ് ഇപ്പോഴത്തെ സംശയം. വെള്ളപ്പൊക്കവും അതും ഇതും എല്ലാമായിട്ട് ദുരന്തം ആദ്യത്തെ 5 വർഷത്തിനിടയിൽ വന്നപ്പോൾ ഒരു സഹതാപ തരംഗം LDFന് കിട്ടി. അതുകൊണ്ട് തന്നെ UDFന് കാര്യമായിട്ട് പ്രവർത്തിക്കേണ്ടി വന്നില്ല. അവരുടെ വാക്കുകൾ ആരും കേട്ടില്ല. ഒരു തുടർ ഭരണം 99 MLA-മാരുമായിട്ട് LDFന്റെ കയ്യിലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുത്തു. പക്ഷെ ആ സമയത്ത് വെറും 41 പേര് മാത്രമാണ് പ്രതിപക്ഷ നിരയിലുള്ളത് UDFന്റെ. പക്ഷെ VD സതീശൻ എന്ന ഒരൊറ്റ പ്രതിപക്ഷ നേതാവ് മാത്രം മതിയായിരുന്നു അന്ന് പിണറായിയെയും മന്ത്രിമാരെയും ഒക്കെ നിലയ്ക്ക് നിർത്താൻ എന്നത് അന്ന് ജനം കണ്ടു. അതുകൊണ്ടാണ് 102 സീറ്റും കൊടുത്തുകൊണ്ട് UDFനെ ഇത്തവണ ഭരണപക്ഷത്തെത്തിക്കുമ്പോൾ VD സതീശൻ മതി മുഖ്യമന്ത്രി എന്ന് അതേ ജനം തന്നെ ആർത്തു വിളിച്ചത്. 34 പേരെ നിയമസഭയിൽ എത്തിച്ചിട്ടുള്ള LDF ആകട്ടെ ഒരൊറ്റൊരാൾക്ക് പോലും കാര്യഗൗരവമില്ലാത്ത ഒരവസ്ഥയാണ്. വായ തുറന്ന് 10 വർത്താനം പറയാനുള്ള, പ്രതിരോധിക്കാനുള്ള ഒരു ശേഷി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല എന്നാണ് നിയമസഭയിലെ കഴിഞ്ഞ ദിവസം പോലും നമുക്ക് കാണിച്ചു തരുന്നത്. തലമുറ മാറ്റത്തിന്റെയും അല്ലെങ്കിൽ സീനിയോറിറ്റിയുടെയൊക്കെ പേര് പറഞ്ഞുകൊണ്ട് പണി അറിയാവുന്ന, അത് CPM-ൽ പണി അറിയാവുന്ന പിള്ളേരുണ്ട്, ഒരുപാട് പിള്ളേരുണ്ട്. ആ പിള്ളേരൊക്കെ മത്സരിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ CPM-ന്റെ കയ്യിൽ ഒരുപക്ഷെ ഇപ്പോഴും ഇരുന്നേനെ. പിണറായി മത്സരിക്കാതെ മാറി നിന്നാൽ മതിയായിരുന്നു. എന്നാൽ പണി അറിയാവുന്നവരെയൊക്കെ പാർട്ടി മാറ്റി നിർത്തിയതിനാൽ ഇക്കുറി പ്രതിപക്ഷം അതീവ ദുർബലമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. സഭയിൽ ഒരു വിഷയം പോലും കാര്യമാത്ര പ്രസക്തമായിട്ട് പോലും അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ ഫലവത്തായി അവതരിപ്പിച്ച് കയ്യടി നേടാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നതാണ്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പിണറായി വിജയൻ ഒരു തികഞ്ഞ പരാജയമാണ് ഇപ്പോ എന്നാണ് മനസ്സിലാകുന്നത്. ഇതിനു മുമ്പുണ്ടായിരുന്ന പിണറായി വിജയൻ അല്ല. ഇപ്പോ ഉമ്മൻചാണ്ടിന്റെ കാലത്തെ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ശക്തമായിരുന്നു. അത് മാത്രമല്ല, അന്ന് കഴിവുള്ള നേതാക്കന്മാർ അന്ന് നിയമസഭയ്ക്കകത്ത് ഹാജരാക്കാൻ അന്നത്തെ CPM-നും CPI-ക്കും കഴിഞ്ഞിരുന്നു. അവരുടെ സഹായത്തോടുകൂടി പിണറായി വിജയൻ ശക്തനായ ഒരു പ്രതിപക്ഷ നേതാവുമായിരുന്നു. പക്ഷെ ഇപ്പോ ആകെ ഉള്ളത് നമ്മുടെ പഴയ ധനമന്ത്രി മാത്രമാണ്. ഒരല്പമെങ്കിലും ബാലഗോപാൽ മാത്രമാണ് എന്തെങ്കിലും 2 വർത്താനം പറയുന്നത്. മറ്റാരും തന്നെ ഒരു അക്ഷരം മിണ്ടുന്നില്ല. അവിടെ ഒരു നോക്കുകുത്തി പോലെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. ഈ പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ബാലഗോപാല. പക്ഷേ അദ്ദേഹത്തിന് ഒരു കുഴപ്പമുണ്ട്. ഈ ഒരു താത്വികമായിട്ടുള്ള അനർഗളം നിർഗളം ഇങ്ങനെ ഗളകണ്ഠേന ഒഴുകുന്ന ഘടാഘടിയൻ വാക്കുകളുടെ ഒരു ഘോര പ്രഘോഷണമാണ്. ഇത് മനസ്സിലാക്കിയെടുക്കാൻ കാലങ്ങൾ എടുക്കുമെന്നതുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നതുകൊണ്ട് ആർക്കും താല്പര്യം ഉണ്ടാവില്ല. മനസ്സിലാക്കാൻ കുറച്ച് പരിമിതികളുണ്ട്. അത് അങ്ങനെയാണല്ലോ. ചില പ്രചണ്ഡ പ്രഘോഷണങ്ങളാണ് അവരുടെ മുന്നിൽ നിന്നും വായിൽ നിന്നും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. പക്ഷെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞാലേ കാര്യമുള്ളൂ. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ചിട്ടുള്ള ധവളപത്രം ഇപ്പോ കഴിഞ്ഞ ദിവസം സഭയുടെ മേശപ്പുറത്ത് വെക്കാൻ സ്പീക്കർ മുഖ്യമന്ത്രി VD സതീശനെ ക്ഷണിച്ചപ്പോൾ തന്നെ അതിന്റെ ഫോർമാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തർക്കങ്ങൾ അവിടെയും ഇവിടെയായിട്ട് ഇങ്ങനെ പൊട്ടി മുളച്ചു വന്നു. തുടർന്ന് KN ബാലഗോപാൽ ഒരു ക്രമപ്രശ്നം എഴുന്നേറ്റ് നിന്നങ്ങോട്ട് ഉന്നയിച്ചു. ധവളപത്രം അതീവ രഹസ്യ സ്വഭാവമുള്ളതാണെന്ന്, ഔദ്യോഗിക രഹസ്യ രേഖകളാണ്, അതൊക്കെ പ്രൈവറ്റ് ചാർട്ടേഡ് അക്കൗണ്ടുമാർക്കോ അല്ലെങ്കിൽ കമ്പനികൾക്കോ ഒക്കെ നൽകുന്നത് സത്യപ്രതിജ്ഞാ ലംഘനമാണ് എന്നൊക്കെ ബാലഗോപാൽ അടിച്ചത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നു. നാളെ ഒരു മോശം കീഴ്വഴക്കമായി ഇത് മാറിയിട്ട് ഇതൊരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റായി മാറുമെന്നും ഒക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഈ ധവളപത്രം എന്ന് പറയുന്നതിനെ ഇങ്ങനെയൊന്നുമല്ല കൈകാര്യം ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം സമർത്ഥിച്ചത് 10 മിനിറ്റോളം നീണ്ട സംസാരമായിരുന്നു. ബാലഗോപാലിന്റെ വാദങ്ങളെ വെറും അര മിനിറ്റ് കൊണ്ട് VD സതീശൻ തകർത്ത് കളയുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. സഭയുടെ നടപടിക്രമങ്ങൾ അനുസരിച്ച് കടലാസ് മേശപ്പുറത്ത് വച്ചതിന് ശേഷമാണ് വിയോജിപ്പുകൾ രേഖപ്പെടുത്തേണ്ടതെന്നും തനിക്ക് 25 വർഷത്തെ സഭാ പരിചയമുണ്ടെന്നാണ് പറയുന്നത്. അത് പറയാൻ കാരണമുണ്ട്. 5 വർഷമായി ഞാനിത് കാണുന്നുണ്ട് സാർ, 5 വർഷമായി തനിക്കറിയാം സാർ എന്നൊക്കെ ബാലഗോപാൽ അടിച്ചു വിട്ടപ്പോ 25 വർഷമായി താനിത് കാണുന്നുണ്ട്, ഇതാണ് അതിന്റെ രീതി എന്ന് അടിച്ചു പറഞ്ഞതോടെ ബാലഗോപാൽ ചടഞ്ഞ് ഇരുന്നു പോയൊരവസ്ഥയായിരുന്നു. കാരണം അദ്ദേഹമാണ് ആകെ സംസാരിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ പോലും വായടയ്ക്കുന്ന ഒരു മറുപടി ആയിപ്പോയി VD സതീശൻ പറഞ്ഞത്. വകുപ്പിന്റെ നേതൃത്വത്തിൽ ധനകാര്യ വകുപ്പിന്റെ നേതൃത്വത്തിലും ക്യാബിനറ്റ് അനുമതിയോടെയുമാണ് ധവളപത്രം തയ്യാറാക്കിയത്. അതിൽ രഹസ്യരേഖകളൊന്നുമില്ല. എല്ലാം പബ്ലിക് ഡൊമൈനിലുള്ള വിവരങ്ങൾ മാത്രമാണ്. അത് ക്രോഡീകരിച്ച് സെറ്റാക്കിയതാണ്. അത് രാഷ്ട്രീയ രേഖയല്ല, മറിച്ച് കേരളത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക ചിത്രം. അത് ജനങ്ങൾ അറിയണം. എത്ര ഖജനാവിലുണ്ട്, എത്ര അത് ജനം അറിയണമല്ലോ. ജനങ്ങളുടെ പ്രതിനിധിയാണല്ലോ ഞങ്ങൾ. അതുകൊണ്ട് ജനങ്ങളും ജനങ്ങളുടെ പ്രതിനിധികളും അറിയണം.
അതിനു വേണ്ടിയുള്ള ഒരു സ്റ്റാറ്റസ് റിപ്പോർട്ട് മാത്രമാണ് അത് മുമ്പ് കെട്ടിപ്പൊക്കിയിട്ടുള്ള മിഥ്യകളെല്ലാം പൊളിച്ചെടുക്കുന്ന അടിസ്ഥാന രേഖയാണ് എന്നും കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ട് പൊളിച്ചടുക്കി കയ്യിൽ കൊടുക്കുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. എന്നാൽ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പഴയ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം ചാടി എഴുന്നേറ്റ് മുമ്പ് ഇറക്കിയതൊക്കെ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതൊന്നും ശരിയല്ല, അതൊക്കെ ശരിക്കും ധവളപത്രമാണ്, അതങ്ങനെ ധനകാര്യ വകുപ്പ് തയ്യാറാക്കിയതാണ്, ഇതാണ് പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ അടിച്ചമർത്തുന്നു വെച്ചു. പക്ഷേ ആ ധവളപത്രത്തിന്റെ കവർ പോലും കാണാതെ, അതൊന്ന് തുറന്നുപോലും നോക്കാതെ എന്തുദ്ദേശിച്ചിട്ടാണ് പ്രതിപക്ഷ നേതാവ് ഇത് പറയുന്നത് എന്ന വി ഡി സതീശന്റെ ചോദ്യത്തിന് അവരൊറ്റ ചോദ്യത്തിനെല്ലാം കഴിഞ്ഞു എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഒന്നും കൂടി പിണറായിയുടെ മണ്ടയ്ക്കടിക്കുന്ന രീതിയിൽ കുറച്ച് ഡയലോഗുകൾ വന്നു. മുമ്പ് പാലിച്ച കീഴ്വഴക്കങ്ങൾ അത് ലംഘിക്കപ്പെട്ടു എന്നുള്ള ആ വാദം അങ്ങോട്ട് വെച്ചാൽ മതി. കാരണം അതൊക്കെ ആ നയങ്ങളും ആ കീഴ്വഴക്കങ്ങളും ഒക്കെ ലംഘിക്കാനും മാറ്റം വരുത്താനുമാണ് നിങ്ങളെ മൂലയ്ക്ക് ഇരുത്തിയിട്ട് ജനം ഞങ്ങളെ 102 സീറ്റോടെ ഈ കസേരയിൽ ഇരുത്തിയത് എന്നായിരുന്നു സതീശന്റെ മാസ് മറുപടി. CPM-ന്റെ ദയനീയ അവസ്ഥ സംസാരിക്കാൻ അറിയാവുന്ന ഒരു ഒറ്റ നേതാവ് പോലും പ്രതിപക്ഷത്തില്ല എന്നതാണ്. CPI ആകട്ടെ അടി കിട്ടിയതുപോലെ ഒതുങ്ങിയിരിക്കുക. കാരണം അവർക്ക് പ്രതിപക്ഷ നേതാവും ഇല്ല, ഉപനേതാവും ഇല്ല. അപ്പൊ ഞങ്ങളൊന്നും ചെയ്യില്ല. അപ്പൊ കേന്ദ്രവും അവിടെ നിന്നൊക്കെ വരുന്ന വാർത്തകൾ CPI ഒരുപക്ഷെ LDF-ൽ വേണ്ട എന്നൊരു നിലയിൽ പോലും ആക്കി തീർത്തിട്ടുള്ള ഒരവസ്ഥ. അതായത് എങ്ങോട്ട് പോകണമെന്നറിയാത്തൊരവസ്ഥ ആയതുകൊണ്ട് അവരൊന്നും മിണ്ടാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഒരു വിഷയത്തിലും ആധികാരികത ഇല്ലാത്ത, അധികാരവുമായി സംസാരിക്കാൻ കഴിയാത്ത പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്നത് കൊണ്ട് വി ഡി സതീശൻ സർക്കാരിന് അടുത്ത 5 വർഷമോ 10 വർഷമോ അല്ലെങ്കിൽ ഇനി ഇവിടെ നോട്ടുള്ള വർഷമോ ഒക്കെ നല്ല അനുഗ്രഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഇന്ന് ഭരിക്കാം, വലിയ തർക്കമൊന്നുമില്ലാതെ ഭരിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വിവരക്കേടുകൾ പറയുന്ന, അതിന് വീര്യം കൂട്ടുന്ന പിണറായി വിജയനും ബാലഗോപാലും എല്ലാവരും കൂടെ ഒക്കെ ചേരുമ്പോൾ പ്രതിപക്ഷം സമ്പൂർണ്ണ പരാജയമാകുകയും ചെയ്യും. വരും വർഷങ്ങളിൽ സഭയിൽ വി ഡി സതീശന്റെ ഒരു ആറാട്ടായിരിക്കും കാണാൻ പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവിടെ സഭ, കഴിഞ്ഞ ദിവസത്തെ സഭ നമ്മൾ പരിശോധിക്കുമ്പോൾ വി ഡി സതീശൻ എന്നൊരൊറ്റ വ്യക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്ന് വെച്ചാൽ അദ്ദേഹത്തെ പൊക്കി അടിക്കുന്നതല്ല, വേറെ ആരെങ്കിലും സംസാരിക്കുന്നത് കേൾക്കണ്ടേ, വേറെ ആരെങ്കിലും പറയുന്നത് കേൾക്കണ്ടേ, ആരുടെ ആവശ്യമില്ല. ഇവിടെ ഭരണപക്ഷത്ത് നമ്മൾ നോക്കുമ്പോൾ പ്രതിപക്ഷത്തെ പോലെ അല്ല, വലിയൊരു നിരയുണ്ട്, സംസാരിക്കാൻ കഴിയുന്ന, വിദ്യാഭ്യാസമുള്ള, ബോധമുള്ള വലിയൊരു നിരയുണ്ട്. സജീന്ദ്രൻ ഇന്നലെ പറഞ്ഞത് കേട്ടില്ലേ? ഇന്നലെ അദ്ദേഹം പറഞ്ഞ തമാശ പോലും സഹിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആ നന്ദി പ്രകടനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പോലും സഹിക്കാൻ പറ്റുന്ന പ്രതിപക്ഷ നിര അല്ലായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. അപ്പോൾ വലിയൊരു നിര ഇവിടെ ഭരണപക്ഷത്തുണ്ട്. ആരുടെ സംസാരം പോലും അതിനെ കവർ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ പിടിച്ചു നിർത്താൻ CPM-ന് കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ CPM-ന് മുന്നിലുള്ള ഏക വഴി എന്ന് പറയുന്നത് നമ്മൾ പഴയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ചതയ്ക്കാൻ ഇറങ്ങിയതുപോലെ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ED-യെ ചതയ്ക്കാൻ ഇറങ്ങിയതുപോലെ സഭയ്ക്ക് പുറത്തു വെച്ചിട്ട് സമരം ചെയ്യുക, അല്ലെങ്കിൽ ജനങ്ങളെ തെരുവിലിറക്കുക, മന്ത്രിമാരെ തടയുക, അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലുമൊക്കെ തല്ലും വിളിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് സർക്കാരിനെ തടസ്സപ്പെടുത്തുക, സർക്കാരിന്റെ ഭരണം തടസ്സപ്പെടുത്തുക, ഭരണം ജനദ്രോഹ ഭരണമെന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സമരങ്ങളും ഇതും വെറുതെ അങ്ങോട്ട് നടത്തുക. പക്ഷെ അവിടെയുള്ളൊരു കുഴപ്പം, അതാണ് ഏറ്റവും വലിയ ദുരന്തമായി ഇപ്പോൾ പിണറായിന്റെ അല്ലെങ്കിൽ CPM-ന്റെ മുന്നിൽ ഇങ്ങനെ ഡെമോക്രസിന്റെ വാള് പോലെ നിൽക്കുന്നത്. ഇപ്പോൾ വീണ വിജയന്റെ ED റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം, കഴിഞ്ഞ ദിവസം അതിൽ ഇപ്പോൾ 10-12 ദിവസമായിട്ടും അതിൽ അറസ്റ്റിലായവർക്ക് ജാമ്യമില്ല. തെളിവെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ടാണ് പോണത്, ജയിലിലേക്കാണ് പോണത്. ഇനി 2-3 വർഷത്തേക്ക് ജാമ്യം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ വേണ്ട. കാരണം സമാനമായ കേസിൽ 2 കൊല്ലം കഴിഞ്ഞിട്ടും ഇതുവരെ ജാമ്യം കിട്ടിയിട്ടില്ല. അതൊരു വല്ലാത്ത കേസാണ്. പാർട്ടി രക്ഷിക്കുമെന്ന് കരുതിയിട്ട് പാർട്ടിക്കാർ പറഞ്ഞിട്ടാണ് ഇറങ്ങിയതെന്ന് പാർട്ടിയുടെ കീഴ് നേതാക്കളൊക്കെ സംസാരിക്കുന്നതും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ പാർട്ടി പറഞ്ഞിട്ട് ഇറങ്ങി ED-ന്റെ കാറും അടിച്ചു പൊളിച്ച് ആ ഡ്രൈവറെ തല്ലി, ED-ക്കും തല്ലു കൊടുത്ത്, അപ്പോൾ അവസാനം ഇപ്പോൾ ജയിലിലായി കഴിഞ്ഞപ്പോൾ പാർട്ടി തിരിഞ്ഞു നോക്കുന്നില്ല, ഇറക്കുന്നില്ല, ഒന്നുമില്ല, വീട്ടുകാർക്ക് പോയി എന്നുള്ളൊരവസ്ഥയിലാണ്. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ പാർട്ടി അണികളെന്ന് പറയുന്നത്. അതുകൊണ്ട് വി ഡി സതീശൻ സർക്കാരിന്റെ ഭരണം അങ്ങ് തുമ്പില്ലാതാക്കാൻ വേണ്ടി അങ്ങ് ആളുകളെ ഇറക്കിക്കളയാം, ജനങ്ങളെ ഇറക്കിക്കളയാം, അണികളെ ഇറക്കി അഴിഞ്ഞാട്ടം നടത്തിക്കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ചിലപ്പോൾ ഇറങ്ങാൻ ആളെ കിട്ടിയെന്ന് വരില്ല. കാരണം തെരുവിൽ ഇങ്ങനെ തല്ലാനും കൊല്ലാനും ആളെ കിട്ടാത്തതിന്റെ കാരണം പാർട്ടി തന്നെയാണ്. കാരണം പാർട്ടിക്ക് വേണ്ടിയിട്ട് തല്ലുകയും കൊല്ലുകയും വല്ലതും ചെയ്തിട്ട് ജയിലിൽ പോയി കഴിഞ്ഞാൽ പാർട്ടി തിരിഞ്ഞു നോക്കുന്നില്ല, പാർട്ടിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പ്രതിപക്ഷ നിരയിലിരുന്നു കൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ ഒരു വാക്ക് അല്ലെങ്കിൽ മ എന്ന 2 അക്ഷരം പോലും പറയാൻ പറ്റുന്നില്ല. ആ ഒരു പാർട്ടി നേതൃത്വം പിന്നെ എങ്ങനെയാണ് ഈ അണികളെ ജയിലിലേക്ക് വിട്ടു കഴിഞ്ഞാൽ അവരെ ജാമ്യത്തിലിറക്കാനും മറ്റും കഴിയുന്ന, അല്ലെങ്കിൽ അവരുടെ കേസും കാര്യങ്ങളും നടത്താൻ വേണ്ടി നിൽക്കുന്നത്? അതായത് ഭരണത്തിൽ 10 വർഷം ഇരുന്ന CPM അല്ല ഇപ്പോൾ എന്ന് അണികൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അവർക്ക് ഈ തല്ലും കൂട്ടവും ഉണ്ടായി ജയിലിലേക്ക് പോയാൽ ആരും ഉണ്ടാകില്ല എന്നും. അതുകൊണ്ട് ആ ഒരു ഉദ്ദേശവും ഒരു CPM-ന് നടക്കില്ല. ചുരുക്കം പറഞ്ഞാൽ അടപടലം പെട്ടു. ഇനി ഇത്തരത്തിലൊരു സംവിധാനം തന്നെ ഇല്ല എന്ന് തന്നെ പറയാം. ഇനി അങ്ങോട്ട് UDF-ന്റെയും അതുപോലെ വി ഡി സതീശന്റെയൊക്കെ കാലം. Different angles. Don't forget to subscribe and support this channel.